ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളും ഒരു ചെറിയ പർച്ചേസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പേ ആദ്യമേ ഒന്ന് പിരികമൊക്കെ ഒന്ന് ത്രെഡ് ചെയ്തെടുക്കണമായിരുന്നു. ആകെ ത്രെഡിങ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഫേഷ്യലും ക്ലീനപ്പ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ആദ്യമേ ഒന്ന് ത്രെഡ് ചെയ്യാനായിട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് നേരെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ നമുക്ക് രാത്രി ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ എടുത്തു. അപ്പം എടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, അതെടുക്കണോ എല്ലാം നമ്മൾ മാക്സിമം ഉള്ള പ്രൊഡക്റ്റുകളിൽ റേറ്റുകൾ നോക്കിയിട്ട് മാക്സിമം റേറ്റ് കുറഞ്ഞ ഐറ്റംസൊക്കെ നോക്കിയാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ ടൈം അവിടെ സ്പെൻഡ് ആയപ്പോൾ കോഫി പൗഡറൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും കോഫിയാണ് കുടിക്കുന്നത് കേട്ടോ. അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ എല്ലാവരും കോഫിയൊക്കെയാണ് കുടിക്കുന്നത്. അപ്പോൾ പിന്നെ കോഫി പൗഡർ അവിടെ എന്തായാലും അത്യാവശ്യം വേണം. പിന്നെ മ്യൂസ്ലിയൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് നമ്മൾ ഡയറ്റൊക്കെ നോക്കാമെന്നുള്ള പ്ലാനൊക്കെ ആയിട്ട് അതൊക്കെ നോക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കാണുന്ന ഐറ്റംസൊക്കെയാണ്. ചെറിയൊരു പേപ്പർ പ്ലേറ്റ് വാങ്ങിച്ചു. അപ്പം അതെന്ന് വെച്ചാൽ നമ്മൾ മുകളിലാണ് പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പേപ്പർ പ്ലേറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് കഴുകാനായിട്ട് താഴോട്ട് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് പേപ്പർ പ്ലേറ്റൊക്കെ വാങ്ങിച്ചു. പക്ഷെ നമുക്ക് ചെറുതേ കിട്ടിയുള്ളൂ. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കണമായിരുന്നു. സവോള, നാരങ്ങ, സാലഡിന് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ, ക്യാരറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഇത് റോഡരികിലെ ഒരു കടയാണ് കേട്ടോ. അവിടുന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴി പിള്ളേർക്ക് വൈകുന്നേരത്തേക്ക് സ്നാക്സ് ഒന്നും ഇരിപ്പില്ല. ചെറിയൊരു ചായക്കടയിൽ കയറി ചെറിയ പൊരിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ വിട്ടുപോയ കുറച്ച് സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ വരുന്ന വഴിക്കൊരു സ്റ്റേഷനറി കടക്കാർ വാങ്ങി. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ജോലി തുടങ്ങി. ഫുഡ് കഴിച്ചില്ല, ഉച്ചയ്ക്കത്തെ ഊണൊന്നും കഴിച്ചില്ല. വന്ന ഉടനെ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെക്കാമല്ലോ എന്ന് വെച്ചിട്ടും ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എല്ലാം എടുത്ത് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങ് പൊളിച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി പണി നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഊണെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ വീട് ഫുള്ളൊന്ന് തൂത്തുവാരി വൃത്തിയാക്കണമായിരുന്നു. അതെല്ലാം ചെയ്തു. എന്നിട്ടാണ് ബാക്കി പണികൾ ചെയ്തത് കേട്ടോ. സവാളയൊക്കെ അരിഞ്ഞ് ചെറിയൊരു ലിവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കറി വെക്കണമായിരുന്നു. പിന്നെ മയണൈസ് ഉണ്ടാക്കി. അങ്ങനെ അതെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഗ്രിൽഡ് ചിക്കൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രിൽഡ് ചിക്കനുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 ചെറിയ കോഴിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മസാലയെല്ലാം അരപ്പ് പുരട്ടി അതെല്ലാം അങ്ങ് സെറ്റാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അതിന് അരപ്പ് പിടിക്കണമെങ്കിൽ എന്തായാലും ഒരു 3-4 മണിക്കൂർ എടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അരപ്പിൻ്റെയൊക്കെ മസാലയുടെയൊക്കെ ഒരു റെസിപ്പി ഞാൻ ഉടനെ ഇടുന്നുണ്ട്. അതിനുശേഷം ഒരു രാത്രി ഒരു 9-9:30 ആയപ്പോൾ നമ്മൾ പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്തു. എല്ലാം മുകളിലായിരുന്നു, വീട്ടിൻ്റെ മുകളിലായിരുന്നു പരിപാടിയെല്ലാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഗ്രിൽഡ് ചിക്കന് വേണ്ടിയിട്ടുള്ള ചാർക്കോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ആദ്യമേ അതിൻ്റെ അത് കത്തിച്ച് വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ പരിപാടികളായിരുന്നു ആദ്യം നോക്കിയത്. അപ്പം ഗ്രിൽഡിനുള്ള അതെല്ലാം ആദ്യമേ അങ്ങ് സെറ്റ് ചെയ്തു. അങ്ങനെ പിള്ളേരതൊക്കെ കത്തിച്ച് വെക്കുമ്പോഴത്തേക്ക് തന്നെ അവരുടെ ഡാൻസും പരിപാടികളെല്ലാം അവർ തുടങ്ങിയിരുന്നു കേട്ടോ, പാട്ടൊക്കെ ഇട്ടിട്ട്. അത് കത്തിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തു. എല്ലാവരും ചേട്ടന്മാരെല്ലാം കൂടെ അത് കേങ്ങ് സെറ്റാക്കാനുള്ള പരിപാടി നോക്കിയപ്പോഴേക്കും പിള്ളേർ ഒരു സൈഡിൽ കളിക്കുകയും ഞങ്ങളൊരു സൈഡിൽ ഡാൻസ് ഐറ്റംസ് എല്ലാം മുകളിലോട്ടൊക്കെ എത്തിക്കാനും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഗ്രില്ലിനകത്ത് ആദ്യമേ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ടാണ് നമ്മൾ ഈ ചിക്കൻ പീസ് എല്ലാം അതിനകത്ത് പിറക്കി വെച്ചത് കേട്ടോ. ഒരു 2-3 ട്രിപ്പായിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇതാക്കി വെച്ചിട്ട് അതിൻ്റെ പരിപാടി നോക്കി. അതിനിടയിൽ ഒരു സൈഡിലായിട്ട് ഡാൻസും കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് നടത്തുന്നുണ്ടായിരുന്നു. പ്രാക്ടീസല്ല, ഡാൻസും കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ നമ്മൾ കമ്പിത്തിരിയും അത്താപ്പും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് പടക്കങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം നമ്മൾ പൊട്ടിച്ച് ഒരു 12 മണിയോടെ നമ്മൾ അതെല്ലാം കത്തിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ എല്ലാവരും അതെല്ലാം കത്തിച്ച് എൻജോയ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അതിനിടയിൽ ഈ പിള്ളേർ ഭയങ്കര ഡാൻസും കാര്യങ്ങളും, പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഇത് പരിപാടി എൻജോയ് ചെയ്തത് കേട്ടോ. പിന്നെ ആ തൊട്ടപ്പുറത്തെ വീട്ടിലും ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചില ലൈറ്റ് മുകളിലോട്ട് എത്തുന്ന അതൊക്കെ അത് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തും അതൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ പാട്ടുണ്ടായിരുന്നു. ജീവന്റെ ശലഭങ്ങൾ കാതോർത്തു നിന്നോ ഇനി നിമിഷം വാചാലം എന്നും നിന്നെ പൂജിക്കാം പൊന്നും പൂച്ചൂടിക്കാം വെണ്ണിലാവിൻ വാസന്തലതികേ എന്നും എന്നും നിന്മാരിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൽ കുഞ്ഞുമായി കുളിരായി നീ അരികേ. അങ്ങനെ
അമ്മയുടെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളും പാട്ടൊക്കെ ചെറുതായിട്ട് പാടി. അതൊന്നും വീഡിയോ എടുത്തില്ല. അമ്മ പിന്നെ സൂപ്പറായിട്ട് പാടുന്നതുകൊണ്ട് അമ്മയുടെ വീഡിയോ മാത്രം ഇട്ടു. പിന്നെ ഫുഡെല്ലാം കഴിച്ച് ഒരു 12:30 1 മണിയായപ്പോൾ